ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് മാധവ് വ്ളോഗ്സ്. രണ്ടാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. ഇങ്ങനെ മടി പിടിച്ചിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. പിന്നെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ലേസി സൺഡേ എങ്ങനെ ഞാൻ ചിലവഴിക്കും എന്നുള്ള വീഡിയോ എടുത്തുകൂടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കിനെ വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. എന്തായാലും ഒരു ലേസി സൺഡേ ഞാനൊന്ന് വേക്കപ്പ് ആവട്ടെ, എണീക്കട്ടെ, പോയി. ഹലോ, ഒരു ഗ്ലാസ് കോഫി ആയിട്ട് ചൂട് കോഫി കുടിക്കുകയാണ് ഞാൻ. പിന്നെ കുറച്ച് ടി വി കാണാൻ വിചാരിച്ച്. പ്രത്യേകിച്ചൊന്നും വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് പ്രത്യേകിച്ച് രാവിലെ എന്ന് പറഞ്ഞാൽ എൻ്റെ സൺഡേ രാവിലെ ഏകദേശം നിങ്ങളെ ഉച്ചയ്ക്കാവും കേട്ടോ. സൺഡേ ഞാൻ ഭയങ്കര ലേറ്റാണ്. സാറ്റർഡേ സാധാരണ ഭയങ്കര ഒരു 5 മണിയൊക്കെ ആവും കിടക്കാൻ മോർണിംഗ്. സൺഡേ എണീക്കുമ്പോഴേക്ക് ഏകദേശം വീണ്ടും 2 മണിയാവും. 5 മണിക്ക് കിടന്ന് 2 മണിക്ക് എണീക്കുക. അങ്ങനെയാണ് സാറ്റർഡേ സൺഡേ സാധാരണ എൻ്റെ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പോൾ നേരത്തെ എണീറ്റൊരു കാര്യമില്ല. അപ്പോൾ അതുവരെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ഉച്ചവരെ ഉറങ്ങുന്നതാണ്. ഉച്ചവരെ ഉറങ്ങിയിട്ട് വളരെ ഷാർപ്പാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചൂട് കോഫി കുടിക്കും. അതുകൊണ്ട് എൻ്റെ മൈൻഡൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിക്കുള്ളൂ. ഞാൻ പ്രീ പ്ലാൻ ചെയ്യാറില്ല. ഞാൻ സൺഡേ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചൂട് കോഫി കുടിച്ചാൽ നല്ല ഹരാണ്. പിന്നെ സൺഡേ ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ മെയിനായിട്ട് വീട്ടിലുണ്ടാക്കാറുള്ളൂ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ ലഞ്ച്, ബ്രഞ്ച് എന്ന് പറയും. ബാക്കി ഡിന്നർ മോസ്റ്റ്ലി നമ്മൾ ഓർഡർ ചെയ്യാറാണ്. കാരണം മെനക്കെടാറില്ല. ഓൾറെഡി എണീറ്റ് വരുമ്പോൾ ഉച്ചയാവും. പിന്നെ അങ്ങോട്ട് കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ലല്ലോ. കുക്കിംഗ് ഒക്കെ ആയി നിന്നാൽ പിന്നെ രാത്രി ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പോയി ഫുഡ് ടേക്ക് ഔട്ട് ചെയ്ത് വീട്ടിലിരുന്ന് നല്ല കുശാലായിട്ട് കഴിക്കാറാണ് സാധാരണ ചെയ്യാറ്. അതുതന്നെ ഒന്ന് ചെയ്യാൻ പോകുന്നു. വീണ്ടും ഇപ്പം ഒന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഷോപ്പിംഗ് ചെയ്ത് ബാക്കി ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ട് കുശാലായി വെട്ടി ഒഴിഞ്ഞാണ് എൻ്റെ ഒരു ഹോബി സൺഡേയിൽ. നമ്മളോട് പ്രത്യേകിച്ച് ആരും ചെയ്യാതൊന്നുമില്ല. ഫുൾ ലോക്ക്ഡൗൺ കേട്ട് മടുത്ത് വൈകിയോ. അങ്ങനെ മടിച്ചിരുന്ന സമയത്ത് വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ മെല്ലെ ഫുഡ് വാങ്ങാൻ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പരിപാടിയുണ്ട്. ബാക്കി നോക്കാം. അവിടെ നിന്ന് കൊണ്ടുപോകാം. ഈ ഒരു സൺകിസ് പോസിൽ നല്ല ഹരമുണ്ട്. സൺഡേ മടിയൊക്കെ മാറി നല്ല സൺലൈറ്റ് ഇങ്ങനെ ഫേസിലടിക്കുമ്പോൾ നല്ല ഹരമുണ്ട് ശരിക്കും. ഈ ഒരു സന്തോഷം കൊണ്ട് ഞാൻ നേരെ പോവാണ് ഭക്ഷണം വാങ്ങാൻ. അങ്ങനെ കുറേ കാലത്തിനിടയ്ക്കാണ് ഒരു സമാധാനമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. കാരണം ഈ ഒരു വിൻ്ററിൻ്റെ ഈ തലവേദന കഴിഞ്ഞിട്ട് സ്പ്രിംഗ് സീസൺ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒരു സൂര്യ വെളിച്ചമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമുണ്ട്. നാട്ടിൽ എനിക്കൊന്നും സൂര്യ വെളിച്ചം ഒരു വിഷയമല്ല. പക്ഷെ ഇവിടെ വിൻ്ററിൽ മോസ്റ്റ്ലി സൺലൈറ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് സൂര്യൻ അടിക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തും ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഈ കാണുന്ന ഇതാണ് ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട്. ഇവിടെയുള്ള കുറച്ച് മെഡിസിൻസും പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ കിട്ടും. ഇവിടെ എപ്പോൾ വന്നാലും കുക്കു ഒരു നല്ലൊരു ബില്ലാക്കിയിട്ട് ഇറങ്ങാറുള്ളൂ. അത് കുക്കിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഹലോ, ആസ് യൂഷ്വൽ നല്ലൊരു ബില്ല് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഫില്ലും വാങ്ങി പെട്ടെന്ന് ഒരു മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റ് പോകാമെന്നുള്ളൊരു മൂഡ് വന്നു. അപ്പം
ഫുഡ് കൈ കിട്ടിയാൽ ബാക്കി കലാപരിപാടികളിലേക്ക് കിടക്കാൻ വേണ്ടി നമുക്ക് നിങ്ങൾ ഈ കാണുന്നതാണ് കാനഡയിലെ ഗുരുവായൂരപ്പൻ ടെമ്പിള്. നമ്മളിപ്പോൾ കൊറോണ ആയിട്ട് ക്ലോസ്ഡ് ആണ്. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയിട്ടൊരു വീഡിയോ ഇടുന്നതാണ്. ശരിക്കും നാട്ടില് വണ്ടി ഓടിച്ചാൽ നമ്മളിവിടെ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കുള്ള മേജർ ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ സ്പീഡ് ലിമിറ്റ് നോക്കി ഓടിക്കണം. നാട്ടിൽ പിന്നെ ആ ഒരു പ്രശ്നമല്ലല്ലോ, സ്പീഡ് ലിമിറ്റ് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ലല്ലോ, തോന്നുന്ന സ്പീഡ് പോകുന്നതല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു ചെറിയ പ്രശ്നമാണ്. അതുകൊണ്ട് നോക്കി കണ്ട് ഓടിച്ചില്ലെങ്കിൽ പണി പാടും. അതുകൊണ്ട് ഇവിടെ വന്നേരം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒരു മയത്തിൽ ഓടിക്കാൻ തുടങ്ങിയ. നാട്ടിലെ ഒരു പറഞ്ഞെടുത്താൽ ഇവിടെ നമ്മൾ ആക്സിഡന്റ് ആവുന്നത് മാത്രമല്ല നല്ലൊരു ഫൈനും കിട്ടും, ബാക്കി ലൈസൻസ് ഒക്കെ സസ്പെൻഡ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കി കണ്ട് ഓടിച്ചാലേ ഇവിടെ രക്ഷയുള്ളൂ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര നേരം വീഡിയോ ഇട്ടാലും ഒരു ഹോങ്കിങ്ങിന്റെ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. നമ്മളെ നാട്ടിലാണെ സിഗ്നലിൽ ഒരു ഹോണാണ്, റെഡ് സിഗ്നലിൽ ഹോൺ അടിക്കുന്നത് ലിറ്ററലി അനുഭവം കൊണ്ട് പറയുകയാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല, ഹോൺ ആരും അടിക്കില്ല. അണ്ടിലോ അൺലെസ് നിങ്ങൾ അത്രയും അയാളെ വെറുപ്പിക്കാണ്ട് അയാളെ ഹോൺ അടിക്കുന്ന വിഷയമില്ല. ഞാൻ വണ്ടി ഭയങ്കര ഒറ്റ പ്രാവശ്യമായിട്ട് ഹോങ്ക് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ, അല്ലാണ്ട് ഞാൻ ഹോങ്ക് ചെയ്യാറില്ല. ഹോങ്കിങ് കേൾക്കൂല്ലേ നിങ്ങൾ സാധാരണ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്, നല്ല പീസ്ഫുൾ ആയിട്ട് വണ്ടി ഓടിക്കാം. നമുക്ക് നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവും. ഈ ഹോൺ അടിച്ച് ആളൊരു വട്ടായിട്ട് നമ്മൾ ശരിയാവില്ല. ഹോങ്കിങ് ഇല്ലാണ്ട് നല്ല ഹരമാണ് വണ്ടി ഓടിക്കാൻ, സ്വസ്ഥമായിട്ട് ഓടിക്കാം. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയിട്ടുള്ളൂ. നല്ല വിശക്കുന്നുണ്ട്, കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ഹാഫ് ആൻഡ് ഹാഫ്, ഹാഫ് റൈസ്, ഹാഫ് ചിക്കൻ, ഹാഫ് സ്റ്റിക്സ്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. സൂപ്പറാണ്, നല്ല യമ്മി ടേസ്റ്റാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സംഭവം ആദ്യമായിട്ട് കണ്ടത്. ഓസ്മോസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്, നല്ല അടിപൊളിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് ആമസോണോ നെറ്റ്ഫ്ലിക്സോ അങ്ങനത്തെ കണ്ട് മൂവി വാച്ച് ചെയ്ത് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് റിലാക്സ് ചെയ്ത് ഒരു പണിയില്ലാണ്ട് എന്ത് രസം. എല്ലാ ദിവസവും ഇങ്ങനെയാണ്, എന്ത് സുഖമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നോ, ബാക്കി എല്ലാ ദിവസവും നല്ല പണിയാണ്. വീക്കെൻഡാണ് നമ്മൾ ലോണ്ടറി ഇടുന്നത്. ഒരു കൊട്ട സാധനമുണ്ട്, എല്ലാം കൂടി ഇന്ന് ഇട്ടിട്ട് പരിപാടി തീർക്കാനുള്ള പരിപാടിയാണ്. ചെറിയ ടാസ്ക്കാണ്, വേഗം കഴിയും. ഈ വീക്കെൻഡ് ഇടുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് വീക്ക് ഡേയ്സില് പീക്ക് അവേഴ്സിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഹൈ ആയിരിക്കും. അപ്പം പവറിന്റെ റിഡക്ഷൻ വരുന്നത് വീക്കെൻഡാണ്. അതുകൊണ്ടാണ് എല്ലാവരും സാറ്റർഡേ സൺഡേ ആണ് ലോണ്ടറി ചെയ്യുക. അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് ആണ് ആഫ്റ്റർ 7 PM ആണ്. പക്ഷേ വീക്കെൻഡ്സ് ഈസി ആയതുകൊണ്ട് എല്ലാവരും വീക്കെൻഡ്സ് ആണ് ഇവിടെ ലോണ്ടറി ചെയ്യുക. അപ്പം ലോണ്ടറി ഇട്ട് കഴിഞ്ഞ് ഇനി ഒരു 45 minutes to 1 hour എടുക്കും. എന്നിട്ട് ബാക്കി ഡ്രൈ പരിപാടിയുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനത്തെ ഇന്നത്തെ ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ചെറിയ ചെറിയ ഷോപ്പിങ്ങും പിന്നെ പത്രം കഴുകലും
വീട് അടയ്ക്കലും എല്ലാം കഴിഞ്ഞ് ഇനി വീണ്ടും റിലാക്സ് ചെയ്യാൻ പോവാണ്. റിലാക്സ്. ഞാൻ ടി വി കാണാൻ റെഡി നിൽക്കുകയാണ്. ടി വിയിൽ കുറേ സിനിമ ഉണ്ട്. മൊത്തം കണ്ടിട്ട് വളരെ ലേറ്റായി കിടന്നു തുടങ്ങി. വളരെ രാവിലെ നേരത്തെ നീറ്റിട്ട് നാളെ ഓടാനുള്ളതാണ്. ഇനി വരുന്ന ഒരു വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ലീവ് ഉണ്ട്. മാത്രമേ ഇപ്പം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു വ്യൂവേഴ്സ് ഫോർ വാച്ചിങ്. See you guys in my next vlog.